ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക സിംപ്ലി. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക. ഇനി ഇതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? ഫസ്റ്റ്ലി, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ഓഫ് കോഴ്സ് പ്ലാനിങ്, കാര്യങ്ങളെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്കോപ്പാണ് ഹ്യൂമൻ റിസോഴ്സസിനെ പ്ലാൻ ചെയ്യുക. അതായത് എത്ര എംപ്ലോയീസ് ആണ് ഒരു ഓർഗനൈസേഷനിൽ വേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സെക്കൻഡ് പോയിന്റ്, ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ജോബ്സ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. എന്തിനെ കുറിച്ച്? ജോബിനെ കുറിച്ച്. അതിനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് എന്ന് നിങ്ങൾ ജനറൽ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ്. എന്താണ് റിക്രൂട്ട്മെന്റ്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സെർച്ചിങ് ഫോർ ക്വാളിഫൈഡ് എംപ്ലോയീസ്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുക. അവരെ കിട്ടാനായിട്ട് നമ്മൾ പരസ്യങ്ങൾ കൊടുക്കുക. പല പല മീഡിയാസിലൂടെ എന്ത് ചെയ്യുക? എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിക്രൂട്ട്മെന്റ് HR-ന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ദെൻ റിക്രൂട്ട്മെന്റിന് ശേഷം വരുന്ന സ്റ്റെപ്പാണ് സെലക്ഷൻ. ഒരുപാട് അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടാവും. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ, ചൂസിങ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺസ്. പിന്നെ വരുന്ന സ്റ്റെപ്പാണ് ഓറിയന്റേഷൻ ആൻഡ് പ്ലേസ്മെന്റ്. അതായത് ഒരു സ്ഥാപനത്തിലേക്ക് പുതിയതായിട്ടൊരു എംപ്ലോയി വരികയാണ്. അപ്പോൾ അയാൾക്ക് ആ സ്ഥാപനത്തെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ സ്ഥാപനത്തിലെ റൂൾസ്, റെഗുലേഷൻസ്, സ്ഥാപനത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പുതിയതായിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുന്നതിനെയാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഓഫ് കോഴ്സ് പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിന് അവരുടെ നോളജും സ്കിൽസും ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. നെക്സ്റ്റ് പോയിന്റ്, പെർഫോമൻസ് അപ്രൈസൽ. എംപ്ലോയി എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അവരുടെ പ്രോഗ്രസ് എത്രത്തോളമാണ് എന്ന് മെഷർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, റെമ്യൂണറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള വേജസ്, സാലറി ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് റെമ്യൂണറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഉറപ്പുവരുത്തേണ്ടതും HR-ന്റെ ഒരു സ്കോപ്പിൽ വരുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് മോട്ടിവേഷൻ. എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവരെ നമ്മൾ കൃത്യമായി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. എംപ്ലോയീസിനെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ, മാനേജ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിൽ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വരുന്ന പോയിന്റ് ആണ് ഹ്യൂമൻ വെൽഫെയർ. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമം, അല്ലെങ്കിൽ നല്ലത് എന്നൊക്കെ നമുക്ക് പറയാം, നന്മ. അപ്പോൾ ഈ എംപ്ലോയീസിന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാനേജേഴ്സ് അതുപോലെ തന്നെ ആ സ്ഥാപനം പ്രവർത്തിക്കണം. എംപ്ലോയീസിന് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ഹെൽത്തി ആയിട്ടുള്ള ഒരു വർക്ക് കണ്ടീഷൻ കൊടുക്കുക, വർക്കിംഗ് ക്ലൈമറ്റ് കൊടുക്കുക. ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ്, ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് ജനറൽ ഒബ്ജക്റ്റീവ്സ്, രണ്ട് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ജനറൽ ഒബ്ജക്റ്റീവ്സിൽ ആദ്യത്തെ പോയിന്റ് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ആണ്. അതായത് HR-M ലക്ഷ്യം വെക്കുന്നത് എംപ്ലോയീസിന് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുക, ഒരു ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ക്രിയേഷൻ ഓഫ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. എംപ്ലോയിയും മാനേജേഴ്സും ഒക്കെ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക, എംപ്ലോയീസും ഓർഗനൈസേഷനും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്രിയേഷൻ ഓഫ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അച്ചീവ് മാക്സിമം പ്രൊഡക്ഷൻ. അപ്പോൾ എംപ്ലോയീസിന്റെ വെൽഫെയർ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തുകൂടെ ഫോക്കസ് ചെയ്യണം? പ്രൊഡക്ഷൻ കൂടെ ഫോക്കസ് ചെയ്യണം. മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യവും HR-ന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. ഇനി നോക്കാനായിട്ടുള്ള സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, സെലക്ഷൻ ഓഫ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഫോർ ദി റൈറ്റ് ജോബ്. അതായത് ശരിയായ ജോലിക്ക് ശരിയായ ആളെ അപ്പോയിന്റ് ചെയ്യുക, ശരിയായ ക്വാളിഫിക്കേഷൻസ് ഉള്ള എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുക. രണ്ടാമത്തത് പ്രൊവിഷൻ ഫോർ ട്രെയിനിങ് ഫെസിലിറ്റീസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എംപ്ലോയീസിന് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുക. ഈ ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ നോളജ് കൂട്ടുക, അതുപോലെ തന്നെ അവരുടെ സ്കിൽസ് കൂട്ടുക. നെക്സ്റ്റ് പോയിന്റ്, പ്രൊവിഷൻ ഓഫ് ഓറിയന്റേഷൻ ടു ന്യൂ എംപ്ലോയീസ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. നമ്മൾ സ്കോപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഓറിയന്റേഷൻ, പ്ലേസ്മെന്റ് ഒക്കെ കൊടുക്കുക എന്നുള്ളത്. അടുത്തത് പ്രൊവിഷൻ ഓഫ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് ഫെസിലിറ്റീസ്. എംപ്ലോയീസിന് നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക, നല്ല വർക്ക് പ്ലേസ് കൊടുക്കുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡേഞ്ചറസ് അല്ലാത്ത വർക്ക് പ്ലേസ് ഒക്കെ കൊടുക്കുക. ദെൻ പ്രൊവിഷൻ ഓഫ് ഫെയർ വേജസ്. കൃത്യമായിട്ടുള്ള സാലറി ഓർ വേജസ് കൊടുക്കുക.
ദെൻ പ്രൊവിഷൻ ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. റിട്ടയർ ആയതിനു ശേഷവും എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് HRMന്റെ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും ഇത്തരത്തിലുള്ള വീഡിയോസ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും.